ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയുടെ ഒരു രൂപമാണ് ഇന്നത്തെ LDF. അതായത് സംഘപരിവാറിന്റെ മറ്റൊരു രൂപമാണ് LDF. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. LDFന്റെ ഭരണം സൂപ്പർ ഭരണമായിരുന്നു. കിട്ടുന്നവരെയുള്ള വാഗ്ദാനം ഉണ്ടാവുള്ളൂ, കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കണക്ക് തന്നെയാണ്. തൃശ്ശൂർക്കാരിയല്ലേ? തൃശ്ശൂർക്കാരി അതാ പറഞ്ഞത്. അപ്പൊ അതെല്ലാം വോട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അല്ലേ? ഒരു ജയസാധ്യത BJPക്ക് ഇവിടെ കൂടുതലാണ്. കോൺഗ്രസിനാണ് ഭരിക്കുള്ളൂ. കാരണം പിണറായിയുടെ കാലം കഴിഞ്ഞു. പിണറായിനെ ഇപ്പൊ ആർക്കും ഇഷ്ടമില്ലാണ്ടായി. പേഴ്സണൽ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഇല്ല, വോട്ട് ചെയ്യില്ലേ? വോട്ട് ചെയ്യണേ പരമാവധി നോട്ടൊക്കെയാണ് ചെയ്യുക. കോൺഗ്രസ് ഭരണത്തിൽ വരുന്നതാണ് വിചാരിക്കുന്നത്. ഭരണമാറ്റം എന്തായാലും വേണം. ഭരണമാറ്റം വേണം. തുടർച്ചയായ ഭരണം കിട്ടുമ്പോൾ അഴിമതി ഭരണമാണ്. സ്വർണ്ണക്കട്ട കേസ് എല്ലാം. ഇപ്പോഴത്തെ രാഷ്ട്രീയമാണോ? ഇതൊന്നും രാഷ്ട്രീയമല്ല, ഇതൊരു നിലപാടില്ലാത്ത രാഷ്ട്രീയങ്ങളാണ്. ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അതുപോലെ ജനങ്ങൾക്കുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് തൃശ്ശൂരാണ്. ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ ആലങ്കോട് ലീലാകൃഷ്ണനും രാജൻ ജെ പല്ലനും പത്മജ വേണുഗോപാലും പ്രധാനമായി ഏറ്റുമുട്ടുന്ന ഈ മണ്ഡലത്തിലെ പൾസ് നമുക്ക് പരിശോധിക്കാം. എന്താണ് കേരള രാഷ്ട്രീയത്തിലെ നിലവിലെ ട്രെൻഡ്? കാരണം വെച്ചാൽ ഇനിയിപ്പോൾ എല്ലാ കോൺഗ്രസിനാണ് ഭരിക്കുള്ളൂ. കാരണം വെച്ചാൽ പിണറായിയുടെ കാലം കഴിഞ്ഞു. പിണറായിനെ ഇപ്പം ആർക്കും ഇഷ്ടമില്ലാണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇനി കോൺഗ്രസ് തന്നെയാണ്. ഇവിടെ കുറച്ച് സീറ്റൊക്കെ ചിലപ്പോൾ BJPക്ക് കിട്ടും. ഒരു 3-4 സീറ്റ് കിട്ടും. പക്ഷേ ഫുൾ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ കോൺഗ്രസ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്ത് UDF, രണ്ടാം സ്ഥാനത്ത് വർഷം വരില്ല, ഒരിക്കലും വരില്ല. UDF ഒന്നാം സ്ഥാനത്ത് വരും. UDFന് അടുത്ത് വരുള്ളൂ. അതെ, രണ്ടാം സ്ഥാനത്ത് BJP വരുമെന്ന് പറയില്ലേ? എന്നാലും അവർക്കൊരു 3-4 സീറ്റ് കിട്ടും. അല്ലാണ്ട് LDFന് കഴിഞ്ഞ തവണത്തെ മൃഗീയ ഭൂരിപക്ഷം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു മൂന്നാം പിണറായി ഭരണത്തെ ആലോചിക്കുക വേണ്ട. മടുത്തു. എല്ലാവരും മടുത്തു. നമ്മൾ മാത്രമല്ല, ഒരുവിധ ആൾക്കാരൊക്കെ മടുത്തു. തൃശ്ശൂരിൽ UDF ആണ് ജയിക്കുക. കേരളത്തിൽ പൊതുവെ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരാണ് RSS. അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ജനങ്ങളെ പിന്നെ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർത്ത് അവരെ ഭിന്നിപ്പിച്ച് ഇവിടെ വേര് പിടിപ്പിക്കാനാണ് ശ്രമം നടത്തുന്നത്. ഒരു മതേതര പാർട്ടിയായിട്ടുള്ള LDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എല്ലാവിധ പിന്തുണകളും ലഭിക്കുന്നതെന്ന് മാത്രമല്ല, വർഗീയതയുടെയും വംശീയതയുടെയും പ്രചാരകരായിട്ട് LDF മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വംശീയ വിദ്വേഷ പ്രചാരണം LDF ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പാലാ ബിഷപ്പ് പറഞ്ഞ് നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സർക്കാർ ഇടപെടണം. സർക്കാർ അതായത് NIA സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്താണ് ഇന്ത്യ മഹാരാജ്യത്ത് ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇങ്ങനെ പാലാ ബിഷപ്പ് ഇങ്ങനെ പറയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രി വാസേന അവിടെ സന്ദർശിക്കുകയും അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുകയും മഹാനാണെന്ന് പറയുകയും ചെയ്തു. അതേസമയം മുസ്ലിം ഈഴവ കമ്മ്യൂണിറ്റികൾക്കിടയിൽ, ഹിന്ദു കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹത്തിൻ്റെ വായിൽ സരസ്വതി വിലാസമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൂട്ടുപിടിക്കുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും നികുതി പണത്തിൽ നിന്ന് ഇപ്പോഴും ആനുകൂല്യം പറ്റുന്ന മുൻ മന്ത്രി AK ബാലൻ അദ്ദേഹം പറയുന്നു UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം മാറാട് ഇവിടെ ആവർത്തിക്കുമെന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വിദ്വേഷ പ്രചാരണം എന്നത് LDF ഏറ്റെടുത്തിരിക്കുകയാണ്. അത് RSSന് വേണ്ടി. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു, ഒരു ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയുടെ ഒരു രൂപമാണ് ഇന്നത്തെ LDF. അതായത് സംഘപരിവാറിൻ്റെ മറ്റൊരു രൂപമാണ് LDF. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും UDFനാണ് വോട്ട് ചെയ്യുക. UDF വിജയിക്കും. ആർക്കായിരിക്കും തൃശ്ശൂർ സാധ്യത? പത്മജയ്ക്കായിരിക്കും. ഇന്നലെ കഴിഞ്ഞ ദിവസം മോദിജി വന്നിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവും. അതുണ്ടാവണം. ഇന്നുണ്ട്. റാലി റാലിയുണ്ട്. ഓക്കെ. പത്മജയ്ക്ക് തൃശ്ശൂരുകാർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അറിയാം. തൃശ്ശൂർക്കാരിയല്ലേ? തൃശ്ശൂർക്കാരി അതാ പറഞ്ഞത്. അപ്പൊ അതെല്ലാം വോട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അല്ലേ? ഒരു ജയസാധ്യത BJPക്ക് ഇവിടെ കൂടുതലാണ്. അല്ലേ? നിലവിലുള്ള ഭരണം എങ്ങനെയുണ്ട്? സംസ്ഥാന ഭരണം അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, നമ്മൾ അനുഭവിക്കുന്നല്ലേ. നമ്മൾ പണിത് നമുക്ക് ജീവിക്കാം, അത്രേ ഉള്ളൂ. മാറ്റം വേണോ? മാറ്റം വേണം. അതുകൊണ്ടാണ് പത്മജയപ്പുള്ളവർ ജയിക്കണം. ശരിയല്ലേ? മാറി മറിഞ്ഞ് വരട്ടെ. നമ്മൾ ഒരു മാത്രമായിട്ട് കാര്യമില്ലല്ലോ. മാറി വരണം. കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറി വരട്ടെ. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ കഴിയട്ടെ. സംസ്ഥാന ഭരണം മാറണമെന്നാണ്. സംസ്ഥാന ഭരണം മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രാഷ്ട്രീയം ചേട്ടാ. അപ്പോൾ ഇവർ പറഞ്ഞ BJP പറയണത് കോൺഗ്രസും മാർക്സിസ്റ്റും ഡീലാണ്. കോൺഗ്രസ്സുകാർ പറയുന്നത് മാർക്സിസ്റ്റും ഡീലാണ്.
പറഞ്ഞത് എന്ത് രാഷ്ട്രീയം ഇപ്പോഴത്തെ രാഷ്ട്രീയമാണോ? ഇതൊന്നും രാഷ്ട്രീയമല്ല, ഇതൊരു നിലപാടില്ലാത്ത രാഷ്ട്രീയങ്ങളാണ്. ആർക്ക് വോട്ട് ചെയ്യണം എന്തെങ്കിലും വ്യക്തികൾ തീരുമാനിക്കട്ടെ. ഇനി അത് വ്യക്തികൾക്ക് മാത്രം വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ, അതുകൊണ്ട് വേറൊരു ആൾക്കും കാര്യമില്ല. ഭരണം മാറ്റം ആഗ്രഹിക്കുന്നു. കാരണം തുടർച്ചയായിട്ട് ആദ്യത്തെ കൊല്ലം 5 കൊല്ലം നല്ല ഭരണമായിരുന്നു. LDF ഭരണം സൂപ്പർ ഭരണമായിരുന്നു. ബാക്കി ഒരു 5 കൊല്ലത്തിലാണ് ചെറിയൊരു ഇത് വന്നിരിക്കുന്നത്. അത് ഈ തുടർഭരണം കിട്ടിയാണ് കുഴപ്പമായത്. അതിന്റെ അല്ലേ? ഓക്കെ, ഭരണമാറ്റം എന്തായാലും വേണം. ഭരണമാറ്റം വേണം. തുടർച്ചയായ ഭരണം കിട്ടുമ്പോൾ അഴിമതി ഭരണമാണ്. സ്വർണ്ണക്കട്ട കേസ് എല്ലാം. ഈ ശബരിമല ഇഷ്യൂ ഇലക്ഷൻ നന്നായിട്ട് ബാധിക്കും. അത് ബാധിക്കും, തീർച്ചയായും ബാധിക്കും. ഇവിടെ കൂടുതൽ സാധ്യത ആർക്കാണ്? കോൺഗ്രസ് തന്നെയാണ്. രാജൻ പല്ലനാണ്. ഇലക്ഷനിൽ ആർക്ക് വേണേൽ ജയിക്കാം. നല്ലത് ചെയ്യുന്ന ആരായാലും ജയിക്കും. ജനങ്ങളല്ലേ തീരുമാനിക്കണം. അതെ, നമ്മൾ ഉൾപ്പെടുന്ന വോട്ടേഴ്സാണ്. നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്ക് കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പം 3 രാജൻ ജെ പല്ലൻ, ആലങ്കോട്, അതുപോലെ തന്നെ പത്മജയുണ്ട്. അതിൽ ജനങ്ങൾ കൂടുതൽ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവർ ജയിക്കട്ടെ. നമ്മളുടെ പേഴ്സണൽ താല്പര്യം അതായിരിക്കും. ഞാൻ ഇലക്ഷനിൽ പ്രത്യേകിച്ച് പേഴ്സണൽ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഇല്ല, വോട്ട് ചെയ്യില്ലേ? വോട്ട് ചെയ്യണേ പരമാവധി നോട്ടൊക്കെയാണ് ചെയ്യുക. അതാണ്, അത്രയും പ്രതിഷേധമുണ്ട്. തീർച്ചയായിട്ടും പ്രതിഷേധമാണ് ഭരണത്തോട്. ഭരണത്തിനോടൊന്നും തന്നെയല്ലേ ഇവിടെ നടക്കുന്ന ഉദ്യോഗസ്ഥ അഴിമതി, കെടുകാര്യസ്ഥത, അതൊന്നും ആരും ചോദിക്കാൻ തന്നെ കഴിയില്ല. ആർക്ക് ഭരണം കിട്ടിയാലും എല്ലാം വീണ്ടും പഴയ പോലെ തന്നെയാണ്. ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഭരിക്കുന്നവരെ നിയന്ത്രിക്കാനൊന്നുമില്ല. എല്ലാം ഭരണം മാറി മാറി വരുമ്പോൾ അവർ തന്നെ വീണ്ടും ഇത് തന്നെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ല. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ കാലങ്ങളിലെല്ലാം തന്നെ ഇവിടെ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുന്ന നിയോജകമണ്ഡലം. ഇടതുപക്ഷത്തിന്റെ മണ്ഡലമാണ്. 25 വർഷക്കാലം തേറമ്പയിൽ രാമകൃഷ്ണൻ സ്ഥിരമായിട്ട് മത്സരിച്ച് ജയിച്ചത്. പിന്നെ VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആണ് ഈ മണ്ഡലം പിടിച്ചെടുത്ത്. കഴിഞ്ഞ അവിടുത്തെ ബാലേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി. 3-ാം തവണയാണ് ഇപ്പോൾ ഈ മണ്ഡലം കിട്ടാൻ പോകുന്നത്. കോൺഗ്രസ് ഭരണത്തിൽ വരുന്നതാണ് വിചാരിക്കുന്നത്. 3ാം പിണറായി സർക്കാർ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അട്ടിമറി എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷെ താല്പര്യം കോൺഗ്രസ് വരണമെന്നാണ്. ഭരണം മോശമാണോ ഇപ്പോൾ? ഭരണം മോശമാണെന്നും പറയാൻ പറ്റില്ല, നല്ലതാണെന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ താല്പര്യം UDF ആണ്. ഇവിടെ കൂടുതലും പറയുന്നത് മൊത്തത്തിൽ BJPക്കാണ് പറയണത്. പത്മജയ്ക്കാണ് പറയണത്. അതിൽ സുരേഷ് ഗോപിയുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്നല്ല ഉള്ളേരിയിലും ഒക്കെ അയാൾ നല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു കേൾക്കണത്. സുരേഷ് അതിന്റെ ഒരു ഗുണം പത്മജ വേണുഗോപാലിന് പൊട്ടായിട്ട് വരും. അതെ അല്ലേ? അപ്പം BJPക്ക് ആയിരിക്കും കൂടുതൽ സാധ്യത. അതെ. ഇത്തവണ തൃശ്ശൂരിലെ സാഹചര്യം ആർക്ക് അനുകൂലമാണെന്നാണ് കരുതുന്നത്? ഇത്തവണ രാജൻ പല്ലൻ. തൃശ്ശൂർ LDF മണ്ഡലമാണിത്. LDF വന്നിട്ട് കാര്യമില്ല. അങ്ങനെ അറിയോ, വീടിന്റെ എല്ലാവർക്കും വീട് കൊടുക്കുന്നു പറഞ്ഞത്. വീട്ടിലാതവർക്ക്, പാവപ്പെട്ടവർക്ക്. അവധി വാഞ്ചിമൂലിൽ പോയി നോക്കൂ, ഇതുവരെയ്ക്ക് ആർക്കും വീട് കൊടുക്കില്ല. ആകെ കച്ചടായിട്ട് കിടക്കുന്നു. എത്ര പ്രാവശ്യം നിലകൾ മാറി മാറി വരുന്നു, ഇതുവരെയ്ക്കും ഒന്നും ചെയ്യില്ല. ഈ പ്രാവശ്യം തൃശ്ശൂരിന്റെ സാഹചര്യം കുഴപ്പമില്ല. LDF ആണ്. ഇതൊരു LDF മണ്ഡലമാണ്. LDF മണ്ഡലം എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസിനെ പിടിച്ചെടുത്താണ് ഈ മറ്റേ തൃശ്ശൂര്. തേറമ്പിൽ കുറെ കാലം ഉണ്ടായിരുന്നു. തേറമ്പിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസിന്റെ ഒരു മണ്ഡലമായിരുന്നു ഒരു കാലത്ത്. പിന്നെ അത് കഴിഞ്ഞ് LDF പിടിച്ച് 10 വർഷമായിട്ട് LDFന്റെ കയ്യിലായിരിക്കും ഇപ്പോൾ. ഇനി ഇപ്രാവശ്യം LDFിനെ കിട്ടും. ഒരു 3ാം പിണറായി സർക്കാർ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതുപോലെ ജനങ്ങൾക്കുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് ഇലക്ഷനിൽ തൃശ്ശൂരിന്റെ ഒരവസ്ഥ? തൃശ്ശൂരിനെ പറ്റി പറയാനെങ്കിലേ ഒരാളെ നമുക്ക് കണക്കൂട്ടി പറയാൻ പറ്റില്ല. ഇപ്പൊ 3 പേര് മത്സരിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് 3 പേര് മത്സരിക്കുന്നുണ്ട്. ആര് വിജയസാധ്യത പറയാൻ പറ്റില്ല. പത്മജ പറയാ ചിലപ്പോ. കഴിഞ്ഞ സുരേഷ് ഗോപി വിജയിച്ച നിലയ്ക്ക് ചില വാർഡുകൾ മുൻതൂക്കം ഉണ്ട് BJPക്ക്. നിലയ്ക്ക് പത്മജയ്ക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ പത്മജയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് പൊതുവിൽ അറിയാം. അറിയാവുന്നതുകൊണ്ട് വോട്ട് മുഴുവൻ വോട്ടാവണം എന്ന് പറയാനും പറ്റൂല. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ ഇപ്പൊ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഭരണം മാറ്റം എന്ന് പറഞ്ഞാൽ തുടർ ഭരണം കിട്ടാൻ സാധ്യത കാണുന്നുണ്ടെങ്കിൽ കൂടി മൊത്തത്തിൽ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് മൊത്തത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ റോഡും അതുപോലെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഇല്ലാതെ പറയാൻ പറ്റില്ല. സ്കൂളുകളായാലും പിന്നെ ഒരുവിധ ഭരണങ്ങളെല്ലാവരും നല്ലപോലെ വഹിക്കുന്ന വളരെ കുറവ് തന്നെയാണ്. കിട്ടുന്നവരെയുള്ള വാഗ്ദാനം ഉണ്ടാവുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കണക്ക് തന്നെയാണ്. എന്തായിരിക്കും തൃശ്ശൂരിലെ അവസ്ഥ? ഇവിടെ ഒന്നുമില്ലെങ്കിൽ LDF അല്ലെങ്കിൽ UDF. കൂടുതൽ സാധ്യത ആർക്കായിരിക്കും?
അത് പറയാൻ പറ്റില്ല. രണ്ട് ടൈറ്റ് പോരാട്ടം. LDF UDF ഒരേപോലെ അല്ലേ, ഒരു സെയിം സ്ട്രെങ്ത് പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കണ്ടതും കേട്ടതുമാണ് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ മനസ്സ്. ബാക്കി ബാലറ്റിലാണ് പ്രതിഫലിക്കുന്നത്. വോട്ടെണ്ണട്ടെ, നമുക്ക് കാണാം.